നമസ്കാരം. മലയാളി വാർത്താ ടോക്കിലേക്ക് പ്രിയ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. അതായത് നമ്മളിപ്പോൾ പോലീസിന്റെ കർമ്മനിരതരെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അവർ ഓരോ കേസുകളിലും എടുക്കുന്ന ആ ഒരു സ്പീഡ്, അതായത് ഈ കള്ളനെ പിടിക്കാൻ എടുക്കുന്ന ആ ഒരു ധൈര്യം, ആത്മവിശ്വാസം ഒക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ചിലയിടങ്ങളിൽ മാത്രം പോലീസിന്റെ ഒരു വെപ്രാളം കോടതി പോലും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസത്തെ KM ഷാജഹാന്റെ നീക്കത്തിലൂടെ വ്യക്തമാവുകയാണ്. ആ ജാമ്യം എന്ന് പറയുന്നത് പോലീസിന് കിട്ടിയ 8ന്റെ പണി തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും. അത് കഴിഞ്ഞ ദിവസം കോടതി വളരെ വ്യക്തമായി തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. കൃത്യമായുള്ള ചോദ്യത്തിന്, അതിൽ ഇട്ടിരിക്കുന്ന വകുപ്പിനുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ഇവിടെ എന്ന ചോദ്യത്തിന് പ്രോസിക്യൂഷനോ പോലീസിനോ ഒരു തരത്തിലുമുള്ള ഉത്തരമില്ല. ബബ്ബ അടിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഷാജഹാന്റെ കാര്യത്തിലും ഷാജൻ സ്കറിയുടെ കാര്യത്തിലും പോലീസ് വീട് വളഞ്ഞ് പിടിക്കുന്ന ആ സാഹചര്യം, 1ഉം 2ഉം ദിവസം മഫ്തിയിലും ഒക്കെ വന്ന് പോലീസ് പിടികൂടുന്ന ആ ഒരു നീക്കം കാണുമ്പോൾ പോലീസിന് ഇതേ രീതിയിൽ മറ്റുള്ള കേസുകൾ കൂടി അന്വേഷിക്കുകയാണെങ്കിൽ എത്ര നമ്മുടെ ജയിലുകൾ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞേനെ അല്ലേ? ഉറപ്പായിട്ടും ഈ ഒരു എഫേർട്ട് മറ്റു കേസുകളിൽ കൂടി കാണിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം കേസുകൾ കെട്ടിക്കിടക്കുകയാണ് സ്റ്റേഷനുകളിൽ, ഒന്നും പരിഹരിക്കപ്പെടാതെ. ഇവിടെ ഒന്ന് ഓർത്തു നോക്കണം, KM ഷാജഹാൻ ഒരു ഭീകരവാദിയാണോ എന്ന് ഞാൻ ചോദിച്ചു പോകുകയാണ്. കാരണം പോലീസിന്റെ ആ ഒരു ശുഷ്കാന്തി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അധിക്ഷേപകരമായ പോസ്റ്റുകൾ KM ഷാജഹാൻ ഇട്ടു എന്ന് പറയുന്ന ആ ഫോൺ ഉണ്ടല്ലോ, ആ ഫോണിന്റെ അതിലെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടി വലിയൊരു ശ്രമമാണ് പോലീസ് നടത്തിയത്. അപ്പോൾ അതിന് മെറ്റയോട് കാര്യങ്ങൾ ചോദിക്കുന്നു, ആ വിവരങ്ങൾ കൈമാറണമെന്ന്. അപ്പോൾ മെറ്റ അതിന്റെ വിവരങ്ങൾ കൈമാറാൻ തയ്യാറാകുന്നില്ല. തൊട്ടടുത്ത നിമിഷം പോലീസ് അടുത്ത ഒരു മൂവിലേക്ക് കടക്കുന്നത്, അതായത് മെറ്റയിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നതിന് ഇന്റർപോളിന്റെ സഹായം തേടാൻ സർക്കാരിനോട് അനുമതി ചോദിക്കുന്നു. ആ ഒരു എന്ത് കേസാണ്? അതിന് മാത്രമല്ല, കോടതി തന്നെ ചോദിച്ചു ഇത് എന്ത് കേസാണെന്ന്. എന്താണ് അധിക്ഷേപകരമായി പറഞ്ഞത്? അവർ പേര് പറഞ്ഞിട്ടുണ്ടോ? ഒരാളുടെ പേര് പറഞ്ഞിട്ട് വാർത്ത ചെയ്തിട്ടുണ്ടോ? യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ആ പൊളിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്റർപോളിന്റെ ഒക്കെ സഹായം തേടുന്നത്. സുകുമാരൻ പിടികിട്ട പുള്ളിയാണല്ലോ. അതെ, പോലീസുകാര് വിളിച്ചപ്പോൾ തന്നെ അറസ്റ്റിന് തയ്യാറായിട്ട് ഷാജഹാൻ നിൽക്കുന്നു. അത്തരം ഒരു അവസ്ഥ ഒന്ന് ഓർത്തു നോക്കണേ. ഇത് എന്തൊരു ഊച്ചാളിത്തരമാണ് ഈ പോലീസ് കാണിക്കുന്നത്. ഈ പോലീസിനെ മുഖ്യമന്ത്രി കിട്ടുന്ന വേദികളിലെല്ലാം, ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ കൂടി കിട്ടുന്ന വേദികളിലൊക്കെ പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 പോലീസ്. അതെ, നമ്പർ 1 ശരിയാണ്. ഇന്ത്യയിലെ നമ്പർ 1 കർമ്മനിരതരായ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസാണ് കേരള പോലീസ്. നമ്മളിത് തള്ളിക്കളയുന്നില്ല. പക്ഷേ ആ പോലീസുകാരെയാണ് ഇത്തരത്തിൽ സർക്കാരിനും CPM-നും കണ്ടുകൂടാത്തവരെ, അവരുടെ ശത്രുക്കളെ വേട്ടയാടുന്നതിന് വേണ്ടി പോലീസിനെ ഇറക്കി ഇമ്മാതിരി നാറിയ കളി കളിക്കുന്നത്. ഇതിലും വലിയ നാണക്കേട് വേറെയില്ല. വേറെ എത്ര സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസുകളിൽ ഒന്നും പോലീസ് എന്തുകൊണ്ട് ഈ ഒരു ശുഷ്കാന്തി കാണിക്കുന്നില്ല? അതൊന്നും കാണിക്കാൻ വയ്യ. പക്ഷെ ഇവിടെ ആ കേസ് കൊടുത്ത ആ നിമിഷം മുതൽ പോലീസിന് ഉറക്കമില്ല. ഈ എങ്ങനെയെങ്കിലും KM ഷാജഹാനെ കയ്യിൽ കിട്ടണം, അറസ്റ്റ് ചെയ്യണം, തൂക്കി അകത്തിടണം. പക്ഷെ കോടതി ചോദിച്ച ഒരു വലിയൊരു ചോദ്യമുണ്ട്. എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്ത ആ കേസ് 3 മണിക്കൂർ കൊണ്ടാണ് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അത് എങ്ങനെ സാധിച്ചു എന്നാണ് പോലീസിനോട് കോടതി ചോദിച്ചത്. പറന്നിങ് എത്തുവായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. ഈ പോലീസുകാര് ശരിക്കും ഈ സർക്കാർ ഈ പോലീസിനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൂടി നാണം കെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ആഭ്യന്തര വകുപ്പ് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ കണ്ണിലെ കരടാണ് ഇത്തരത്തിലുള്ള ചില ആൾക്കാർ. KM ഷാജഹാൻ, മറുനാടനിലെ ഷാജൻ സ്കറിയ. പക്ഷെ ഇവർക്കൊക്കെ എതിരെ എടുത്ത കേസുകൾ, മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തെയും PC ജോർജിനെയും അറസ്റ്റ് ചെയ്തതും ഓർമ്മയില്ലേ? PC ജോർജിനെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാ അത് കോമഡി, സിനിമയിലൊക്കെ ഒരു കോമഡി രംഗം പോലെ നമുക്ക് കാണാം. അല്ലാതെ ഈ PC ജോർജിനെയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. ഇവരിങ്ങനെ ഇമേജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവരാരെ പിടിക്കോ അവരുടെ ആ ശനിദശ മാറി എന്താണ് പട്ടാഭിഷേകം കിട്ടുന്ന പോലെയാണ് അവർക്ക് കിട്ടുന്ന ആ ഒരു സ്വീകാര്യത. അത് KM ഷാജഹാൻ ഇപ്പൊ വീണ്ടും പോപ്പുലാരിറ്റി കൊടുക്കുകയല്ലേ അവർ ചെയ്തത്. ഇതുവരെ KM ഷാജഹാൻ എന്നൊരാളെ അറിയാത്ത ആൾക്കാർക്ക് വരെ ഇപ്പോൾ KM ഷാജഹാൻ ആരാണെന്നറിയാം. ഷാജൻ സ്കറിയുടെ കേസിൽ നമ്മൾ കണ്ടത് എന്താണ്? ഇതുകൂട്ട് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ വീട്ടിൽ കയറി അപ്പന്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് കൊണ്ടുപോയി മജിസ്ട്രേറ്റിന്റെ മുൻപിൽ നിർത്തിയപ്പോഴും മജിസ്ട്രേറ്റ് ചോദിക്കുകയാണ്, അങ്ങനെ തൂക്കി അകത്തിടാൻ മാത്രമുള്ള ഒരു വകുപ്പും ഇതിനകത്തിലില്ല, ജാമ്യം കൊടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം കൊടുക്കുന്നു. പാതിരാത്രിയിലായിരുന്നു മജിസ്ട്രേറ്റിന്റെ അടുക്കേ കൊണ്ടുപോയത് ഷാജൻ സ്കറിയെ. മജിസ്ട്രേറ്റ് ഓടിക്കുക അവിടുന്ന് ചെയ്തത്. ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ ഷാജഹാന്റെ കാര്യത്തിലും ഇപ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്നുമില്ല,
കെ ജെ ഷൈനെതിരെ പേര് പോലും പറയാതെ ഉടൻ തന്നെ ഇവരങ്ങ് പറയുകയാണ് ഞങ്ങളുടെ നേതാവിനെതിരെ പറഞ്ഞു എന്ന്. അപ്പോൾ ഇവർ തന്നെ അതങ്ങ് സമർത്ഥിച്ചു തരികയല്ലേ ഈ ആരോപണ വിധേയമായിട്ടുള്ളത് കെ ജെ ഷൈൻ ആണ് എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവരുടെ എടുത്തുചാട്ടമാണ് ഇവർക്ക് വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ തിരിച്ചടി നമുക്ക് എല്ലായിടത്തും കാണാമെന്നുള്ളതാണ് അതിന്റെ വലിയൊരു വാസ്തവം. കാരണം മാത്രമല്ല ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാ കാര്യത്തിലും നിയമോപദേശം തേടുവാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ബാബു ഷാഫിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സുരേഷ് ബാബുവിനെതിരെ നിയമോപദേശം തേടാൻ പോകുന്നു. ഈ ഷാജഹാനെതിരെ നിയമോപദേശം തേടാൻ പോകുന്നു. ഈ പോലീസിന് വ്യക്തമായി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി നിയമോപദേശം തേടിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാനുള്ള സാധ്യതയുള്ളൂ. ഇനി പോട്ടെ, ഒരു സൈബർ കുറ്റവാളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരികയാണ്, അല്ലെങ്കിൽ എന്നാൽ ഇതേ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം തന്നെയാണല്ലോ ക്രൈംബ്രാഞ്ചും. ആ ക്രൈംബ്രാഞ്ച് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പരാതിക്കാരിയായ പെൺകുട്ടിയെ കണ്ടെത്തുന്നില്ല? ഇതേ ഒരു നീക്കം കൊടുത്ത് ശരി, നമ്മൾ മാധ്യമങ്ങളോട് പറയേണ്ടതില്ല, മാധ്യമങ്ങളോട് അത് പുറത്ത് പറയേണ്ട ആവശ്യമില്ല, മറ്റാരും അറിയേണ്ടതില്ല, ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്, അതങ്ങനെ തന്നെ രഹസ്യാത്മക സ്വഭാവത്തോടു കൂടി തന്നെ സൂക്ഷിച്ചോടെ. പക്ഷേ കണ്ടുപിടിക്കാനുള്ള ആദ്യ ചുവടെങ്കിലും വെക്കാമായിരുന്നല്ലോ. ഇപ്പോൾ അതും എന്തായി? രാഹുലിന് വീണ്ടും പോപ്പുലാരിറ്റി ആയി. അവിടെ CPM വീണ്ടും താഴെത്തട്ടിലേക്ക് വീഴുന്ന സാഹചര്യം, പാതാളത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. KM ഷാജഹാൻ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ നിന്നും ജാമ്യം കിട്ടിയതിനു ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അയാൾ പറയുന്നത് ഇതാണ്: ഞാൻ പിണറായി വിജയനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്, കൃത്യമായി തന്നെ പറയാനുണ്ട്, ഞാൻ അത് പറയുമെന്ന്, ഒരു ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ആ ഒരു ബോംബിൽ സത്യത്തിൽ അതായത് എനിക്ക് തോന്നുന്നു 256ഓളം വീഡിയോകളാണ് ആ യൂട്യൂബ് ചാനലിനകത്ത് കിടക്കുന്നത്. അത് എല്ലാം തന്നെ പിണറായി വിജയൻ സർക്കാരിനെതിരെ, അതായത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കൃത്യമായ മറുപടികൾ തന്നെയാണ്. അതിൽ പലതിലും തെളിവുകൾ സഹിതമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് എവിടെയെങ്കിലും ഒക്കെയുള്ള ഇത്തരത്തിൽ പൊങ്ങി വരുന്ന ഇത്തരം ക്രിമിക്കുത്തുകളെ, അതായത് ഷാജഹാൻ ആയിക്കോട്ടെ, ഷാജൻ സ്കറിയ ആയിക്കോട്ടെ, ഈ ക്രിമിക്കുത്തുകളെ ഒതുക്കാനായിട്ട് പോലീസിനെ ഉപയോഗിച്ച് ഗിമ്മിക്കുകൾ കാണിച്ചാൽ ജനം ഭയക്കും, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ആൾക്കാർ ഭയക്കും എന്ന് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് കൂടുതൽ ശക്തമാവുകയല്ലേ ഇവിടെ ചെയ്യുന്നത്. അതായത് ഇന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ ആൾക്കാർക്ക് ഇതേ രീതി ഫോളോ ചെയ്ത് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരെയും ഇതുപോലുള്ള MLA-മാരെയും ഒക്കെ തന്നെ പറയാനുള്ള കൃത്യമായ ലൈസൻസ് തന്നെയല്ലേ കോടതി കൊടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇവിടെ ജനങ്ങളുടെ കയ്യിലേക്ക് അധികാരം എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോടതിയിൽ ഇമ്മാതിരി ഈ തിരക്കഥയും കൊണ്ട്, ഈ പാർട്ടിക്കാരുടെ തിരക്കഥയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അത് ഏൽക്കില്ല എന്നുള്ളതിന് എത്രയോ മറുപടികൾ ഇതിനു മുൻപ് തന്നെ കോടതിയിൽ നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം, ആഭ്യന്തര മന്ത്രി, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ നാണക്കേടിലേക്ക് വീണിരിക്കുകയാണ്. കാരണം പറയുമ്പോഴെന്താണ്, ഇരട്ടച്ചങ്കൻ ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ല, പക്ഷെ ഈ പറയുന്ന KM ഷാജഹാനെയും ഷാജൻ സ്കറിയെയും വരെ ഭയമാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ ഭയമാണ് എന്ന തരത്തിലേക്ക് ഇപ്പോൾ പിണറായി വിജയന് നേരെ ട്രോളുകൾ വരുന്നുണ്ട്. ഈ ഒരു അവസ്ഥ കൊണ്ടെത്തിച്ചതാണ്. ഈ പറയുന്ന പോലെ തന്നെ ഈ KM ഷാജഹാനെതിരെയോ അല്ലെങ്കിൽ ഷാജൻ സ്കറിയക്കെതിരെയോ എടുത്ത കേസുകളിൽ ഒന്നും ഈ പിണറായി വിജയന് യാതൊരു പങ്കും കാണണമെന്നില്ല. പക്ഷെ മറ്റൊരു കൂട്ടർക്ക് ഇവരെ ആരെയും കണ്ടുകൂടാ, പാർട്ടിക്കാർക്ക് ചിലർക്ക് ഇവരെ കണ്ടുകൂടാ. അതുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ പോലീസിനെ ഉപയോഗിച്ച് അവരെ തൂക്കി അകത്തിടുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം പേര് പോകുന്നത് നേരെ പിണറായി വിജയനിലേക്കാണ്. ഏറ്റവും വലിയ നാണക്കേട്, അതായത് എല്ലാവരെയും ഭയക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടില്ലേ. ഇവിടെ മറ്റൊരു കാര്യവും കൂടി നമ്മൾ നോക്കണം. അതായത് ഇപ്പോൾ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് KM ഷാജഹാനെ പൊക്കിയെടുക്കാം. 3 തവണ എങ്ങാണ്ടാണ് വീട്ടിൽ റെയ്ഡ് നടത്തിയത്. എന്തിരുന്നിട്ടാണോ എന്ന് ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ്. മകന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ അവിടെ വെറുതെ ഇരുന്ന ഏതൊക്കെയോ കമ്പ്യൂട്ടർ ഒക്കെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു രീതി അതാണല്ലോ. നമ്മൾ മറുനാടൻ മുതൽ ഇങ്ങോട്ട് കാണുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പോയി അവരുടെ ഫോണും ലാപ്ടോപ്പും എല്ലാം പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നത്. പെട്ടത് ഇവിടുത്തെ പോലീസാണല്ലേ. കാരണം അവർ കഷ്ടപ്പെട്ട് ഉറക്കം എഴുന്നേറ്റ് ഒരാളെ പിടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവിടുന്ന് വേണ്ടത്ര ബലമില്ലാത്തത് കൊണ്ട്, കേസിന് ബലമില്ലാത്തത് കൊണ്ട് തന്നെ പുഷ്പം പോലെ അവർ ഇറങ്ങി വരുന്നു. അതായത് ഇടുന്ന എഫേർട്ട് ചെയ്ത് തന്നെയാണല്ലോ. കാരണം ഏതൊരു കുറ്റവാളി, ഇതിപ്പോ ഷാജൻ സ്കറിയ, ഈ ഷാജഹാൻ, അദ്ദേഹം തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ വിമർശിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ വാക്കുകൾ പറയുകയോ സത്യസന്ധമല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് ഇല്ലാ കഥകൾ പറയേണ്ട കാര്യം ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല. സ്ത്രീ എന്ന് മാത്രമല്ല, ഏതൊരു വ്യക്തിയെ കുറിച്ചായിരുന്നാലും ഒരു ഇല്ലാ കഥയും പറയേണ്ട
ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ അവർ ചെയ്തത് ശരി തന്നെയാണ്. പക്ഷേ ഈ വേണമെന്ന് വിചാരിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇതിനേക്കാൾ കൂടുതൽ രൂക്ഷമായി ഒക്കെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത കേസാണ് പൊടുന്നനെ ഈ ഒരു വിഷയത്തിൽ വന്നിരിക്കുന്നതെന്ന ചോദ്യമാണുള്ളത്. അത് കാര്യമുണ്ട്. കാരണം ഇതിനു മുൻപ് വിമർശിച്ചപ്പോഴൊക്കെ നേരിട്ട് ആളെ ഇറക്കി തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെല്ലാം കൃത്യമായ തെളിവ്, അതായത് ആ വീഡിയോകൾക്കൊക്കെ ഇതിനു മുൻപ് ഷാജഹാൻ ചെയ്ത വീഡിയോകൾക്കൊക്കെ ചില തെളിവുകൾ ഉൾപ്പെടെയാണ് പരാമർശിച്ചിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി ബലമുള്ള കേസാണെന്ന് കരുതി. കാരണം സ്ത്രീക്കെതിരെ ആയതുകൊണ്ട് കുറച്ചുകൂടി ബലം കിട്ടും, അങ്ങനെ ഇങ്ങനെയൊന്നും ഊരിപ്പോരാൻ കഴിയില്ല എന്നാണ് കരുതിയത്. പക്ഷെ ചീറ്റിപ്പോയി. KM ഷാജഹാൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, ഒരു യൂട്യൂബർ മാത്രമല്ല, ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അപ്പോൾ അറിയാമല്ലോ എങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കൃത്യമായി KM ഷാജഹാൻ അറിയാം. അതുകൊണ്ട് തനിക്ക് നേരെ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിലാണ് ആ വീഡിയോകൾ ചെയ്തത്. അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ കോടതി അപ്പോൾ അത്തരത്തിലൊരു നിലപാട്. അതിൽ ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതി MLA പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഞാൻ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പങ്കാളിയായതിൽ സന്തോഷം കൊള്ളുന്നു, പോലീസിന് അഭിനന്ദനങ്ങൾ, ഇത്തരം മാലിന്യങ്ങളെ ഉന്മൂലനം ചെയ്യണം എന്നാണ് പറയുന്നത്. മാലിന്യം എന്ന് വിളിച്ചാണ് തള്ളിയിരിക്കുന്നത്. അതെ. അപ്പൊ ഇവരുടെ കൂട്ടത്തിലുള്ള മാലിന്യങ്ങൾക്കെതിരെ ഒന്നും പോലീസ് ഇതുപോലത്തെ നടപടി നമ്മൾ കണ്ടതാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പോലീസിനോട് ചോദിക്കാനുള്ളത്, ഈ PP ദിവ്യക്കെതിരെ എന്തായിരുന്നു? അവരുടെ കൺമുന്നിൽ വിലസി നടക്കുകയായിരുന്നില്ലേ PP ദിവ്യ? എന്നിട്ട് എന്താ വീട് വളഞ്ഞു പോയി ഇങ്ങനെ പൊക്കിയെടുത്ത് അറസ്റ്റ് ചെയ്യാതിരുന്നത്? അവസാനം നാണം കെട്ട് പോലീസിന് എന്നെ നട്ടല് വളച്ച് നിൽക്കേണ്ടി വന്ന സമയത്താണ് അവരിങ്ങോട്ട് വന്ന് എഴുന്നള്ളി മറ്റേ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പോലീസുകാരെ ഈ പറയുന്ന പോലെ തന്നെ CPM-കാർ ആയുധമാക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ ഭരണം നിങ്ങളുടെ കയ്യിലാണ് എന്ന് കരുതി ഈ കേരള പോലീസിന് ഇവിടുത്തെ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. അവരെ അത് ചെയ്യാൻ ഈ പറയുന്ന പാർട്ടി അനുവദിക്കണം. അല്ലാതെ AKG സെന്ററിലെ റെഡ് വാളണ്ടിയർമാരല്ല പോലീസുകാർ. ഒപ്പം ഈ പോലീസുകാർക്കെതിരെ കൃത്യമായി തന്നെ നടപടി സ്വീകരിക്കാൻ ഷാജഹാൻ ഹൈക്കോടതിയിലേക്ക് പോവുകയാണെന്നൊരു സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെന്നൊരു വാർത്ത. അപ്പോൾ അത്തരത്തിൽ ഈ നിയമ നടപടികളുമായി മുൻപോട്ട് പോകണം. കാരണം ഇത്തരത്തിലുള്ള പോലീസിനെ ഉപയോഗിച്ചുള്ള ഇത്തരം നാറിയ പണികൾ ഈ സർക്കാർ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും തല ഉയർത്തി നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം പോലീസിനെ വിശ്വസിച്ച് തന്നെയാണ് എല്ലാവരും നടുറോഡിൽ ഇറങ്ങി നടക്കുന്നത്. പോലീസ് ജീപ്പിനെ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സമാധാനം ഒക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത്തരം ചില നീക്കങ്ങൾ കാണുമ്പോൾ പുച്ഛം തോന്നുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് പുച്ഛം തോന്നുകയാണ്. എന്തിനാണ് നമ്മളിങ്ങനെ കാക്കിയുടെ വില കൂടി കളഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്, അല്ലേ? ഉറപ്പായിട്ടും. കാരണം ഈ പിണറായി വിജയന്റെ കാലത്താണ് ഈ പോലീസുകാർ ഇത്രത്തോളം നാണം കെട്ട് നിൽക്കുന്നത്. ഈ പോലീസുകാരിലെ ഗുണ്ടകൾ, ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാർ പെരുകുന്നു. അവർക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല. എത്രയോ കേസുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ചില പോലീസുകാർ തന്നെ ഈ സേനയ്ക്കെതിരെ വിമർശനങ്ങൾ അതിശക്തമായി പുറത്തേക്ക് വന്ന് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ശുദ്ധീകരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി ചെയ്യേണ്ടത്. പക്ഷേ അതൊന്നും ചെയ്യാതെ പിണറായി വിജയൻ ഈ AKG സെന്ററിൽ കൊണ്ടുപോയി മറ്റേ തൊടലിട്ട് കൂട്ടിയിരിക്കുകയാണ് കേരള പോലീസിനെ. റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ? കാരണം പോലീസ് മേധാവിയുടെ കസേരയിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ CPM അനുകൂലികളായ ഒരു പറ്റം പോലീസുകാരാണ് ഇതിൽ കയറി എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ പോലീസിനും പോലീസ് മേധാവിക്കും ഒന്നും ഒരു റോളും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇനിയും ഷാജഹാന് നേരെയും ഷാജഹാൻ സ്കറിയയ്ക്ക് നേരെയും ഒക്കെയുള്ള വേട്ടയാടലുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഇവരെ വിമർശിക്കുന്നത് കൊണ്ട്. അപ്പോൾ എന്തായാലും ഈ KM ഷാജഹാനെതിരെയും ഈ ഷാജഹാൻ സ്കറിയയ്ക്കെതിരെയും ഒക്കെ എടുത്ത കേസുകൾ ഈ അടുത്ത കാലത്ത് പോലീസിന് തന്നെ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. സർക്കാരിനും വലിയ തിരിച്ചടി ഉണ്ടാക്കി. ആ ഒരു ഗ്രാഫ് ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് നമ്മൾ വീണ്ടും ആവർത്തിക്കും, തെറ്റ് ചെയ്തവർ, അതിനി ആര് തന്നെ ആയിക്കോട്ടെ, മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, രാഷ്ട്രീയ നിരീക്ഷകരായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, ആര് തന്നെ ആയാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. തെറ്റ് ആവർത്തിക്കാതിരിക്കുകയും വേണം. പക്ഷേ അനാവശ്യമായുള്ള ഈ ഗിമിക്കുകൾ കാണിച്ചിട്ടുള്ള പോലീസ് സേനയുടെ ആ ഫോഴ്സ് ഇങ്ങനെയാണ് എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഇത്തരം ഉമ്മാക്കികളൊന്നും വേണ്ട എന്നാണ് കോടതിയും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും തുടർ നടപടികൾ, അതായത് ഇതിനെതിരെ തന്നെ ഷാജഹാൻ സുപ്രീം കോടതിയിൽ പോകുന്നുണ്ടെന്ന് പറയുന്നു. തുടർ നടപടികൾ എന്താണെന്നും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ ചില കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ടെന്ന് പറയുന്നു. അതും എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. നമസ്കാരം.